കക്കയം കോഴിക്കോട് ജില്ലയിൽ കിഴക്ക് വനത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഗ്രാമം. ചരിത്രത്തിൻ്റെ ഇരുണ്ട താളുകളിൽ രക്താക്ഷരങ്ങളാൽ കുറിക്കപ്പെട്ട രാജൻ സംഭവത്തിന് മൂകസാക്ഷിയാണ് ഈ കൊച്ചു ഗ്രാമം. രാജൻ സംഭവത്തിൻ്റെ നിഗൂഢതകളിൽ നിന്ന് മാറി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഊർജ ഉൽപാദന കേന്ദ്രങ്ങളിലൊന്നായ കക്കയം ടൂറിസത്തിലൂടെ പുതിയ വികസന പാതയിലെത്തിയിരിക്കുന്നു. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ലാസ്യഭാവവും ഹരിതവർണ്ണങ്ങളുടെ സമഗ്രതയും മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കക്കയത്തിനെ മറ്റു വിനോദസഞ്ചാര മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ആകാശചുംബികളായ പാറക്കെട്ടുകൾ കാവൽ വലയം നിൽക്കുന്ന കക്കയത്തിൻ്റെ വശ്യത ഓളം വെട്ടുന്ന തടാകങ്ങളിലും കുലംകൊത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളിലും പൂർണ്ണമാകുന്നില്ല. പശ്ചിമഘട്ടത്തിൻ്റെ മുഴുവൻ ജൈവ വൈവിധ്യവും കാനന സൗന്ദര്യത്തിൻ്റെ അപൂർവ ചാരുതയും മനം മയക്കുന്ന വിദൂര കാഴ്ചകളുടെ ദൃശ്യതയുമെല്ലാം ഇവിടെ അതിൻ്റെ സമഗ്രതയിൽ സമ്മേളനിക്കുന്നു. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ മലബാറിൻ്റെ ഊട്ടിയായ കക്കയം ഇനി ജലാശയ കാഴ്ചകളുടെ സ്വർഗം. ജൈവ വൈവിധ്യവും ജലാശയ സൗന്ദര്യവും കാനന ഭംഗിയുമൊക്കെയുണ്ടെങ്കിലും കക്കയം ഇതുവരെ ശ്രദ്ധിക്കപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നിരുന്നില്ല. സ്പീഡ് ബോട്ടുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ശുചിമുറി, ഭക്ഷണശാലകൾ, പാർക്ക്, പൂന്തോട്ടം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി കൂടിയാണ് കക്കയത്ത് തുടക്കം കുറിച്ചത്. സഞ്ചാരികൾക്ക് സൗകര്യമൊരുക്കാൻ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞത് കക്കയം നിവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിൽ ഏറെ സഹായകരമായി. കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരേയൊരു ഗവൺമെൻറ് പാഠശാലയാണ് കക്കയം GLP സ്കൂൾ. ഒരുപാട് തലമുറകൾക്ക് അടിസ്ഥാന അറിവുകളും അക്ഷരങ്ങളും പകർന്നുകൊടുത്ത് ഈ വിദ്യാലയം കാടിനാൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട KSEB കോളനിയിലായിരുന്നു. വന്യമൃഗശല്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മൂലം ഈ സ്കൂൾ പൂട്ടും എന്ന അവസ്ഥ വന്നപ്പോഴാണ് പഞ്ചായത്ത് സ്കൂളിന് സ്ഥലം വാങ്ങി സ്വന്തമായ കെട്ടിടം എന്ന സ്വപ്നം സഫലമാക്കിയത്. വിനോദസഞ്ചാര മേഖലയായ കക്കയത്ത് സുരക്ഷിതമായ ക്രമീകരണങ്ങളും സമാധാന അന്തരീക്ഷവും നിലനിർത്തുന്നതിനായി ജനങ്ങളുടെ പ്രത്യേക ആവശ്യപ്രകാരം ആഭ്യന്തരമന്ത്രി അനുവദിച്ചു കൊടുത്ത പോലീസ് ഔട്ട്പോസ്റ്റും കക്കയത്തിൻ്റെ വികസനങ്ങളിലൊന്നാണ്. കോഴിക്കോട് ജില്ലയിൽ ആദിവാസികൾ ധാരാളമുള്ള പ്രദേശമാണ് കക്കയം. ഗോത്രയാനങ്ങളുടെ രാജ്യവീഥികളിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടും നിലനിൽപ്പിൻ്റെ വർത്തമാന സമരാങ്കണങ്ങളിൽ ഭാവി കാലത്തിന് മുമ്പിൽ അധികം ചോദ്യങ്ങൾ ചോദിക്കാതെ ഉത്തരമില്ലാത്ത നിശബ്ദ ചോദ്യാവലികളിൽ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന അമ്പലക്കുന്ന് കോളനി നിവാസികൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് ഒരു പരിധിവരെ സാധിച്ചു. ആദിവാസി കോളനിയിൽ പഞ്ചായത്ത് വകയായും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് 4 വീടുകൾ പുതിയതായി നിർമ്മിച്ചു നൽകുകയും 6 വീടുകൾ വൈദ്യുതീകരിക്കുകയും ചെയ്തു. വികസനമെന്നാൽ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായി കക്കയം ഗ്രാമത്തിൽ ഒരു പുതിയ വികസന സംസ്കാരം രൂപപ്പെട്ടു കഴിഞ്ഞു. റോഡ്, പാലങ്ങൾ, മൃഗസംരക്ഷണം, ടൂറിസം, കൃഷി, മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യ പരിപാലനം എന്നീ മേഖലകളിൽ നൂതനമായ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സമ്പൂർണമായ അധികാര വികേന്ദ്രീകരണവും ജനപങ്കാളിത്തവും അർപ്പണ മനോഭാവവുമുള്ള ഒരു ജനതയാണ് കക്കയത്തിൻ്റെ വിജയരഹസ്യം. ഇത് കൂട്ടായ്മയുടെ വിജയം കൂടിയാണ്.